ഈ ഡിസൈൻ ഓഫ് സൈഫൺ അക്വിഡക്റ്റ് ഇതൊക്കെ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ചേഞ്ച്, അതായത് ക്വസ്റ്റ്യനിൽ ചിലപ്പം ചെറിയൊരു ചേഞ്ച് വരും. ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ഡേറ്റാസ് വരുമായിരുന്നു അല്ലേ? ഡയറക്റ്റ് ഡേറ്റാസ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ നോർമൽ ഡിസൈൻ ചെയ്തു പോയി. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡ്രെയിനേജിലേക്ക് ഡിസ്ചാർജ് തരുന്നതിന് പകരം അവിടുത്തെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ വാല്യൂ നിങ്ങൾക്ക് തരും. ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ വാല്യൂ തരും. പിന്നെ അതുപോലെ റൈവിസ് കോഎഫിഷ്യൻ്റ് വരും. എന്നിട്ട് ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിസൈൻ ചെയ്യാൻ പറയും. അക്വിഡക്റ്റോ സൈഫൺ അക്വിഡക്റ്റോ ആവാം, ഡിസൈൻ ചെയ്യാൻ പറയും. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യാസമൊന്നുമില്ല. ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമുക്കിവിടെ ഡ്രെയിനേജിലെ ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഡിസ്ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് റേവീസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. റേവീസിൻ്റെ ഫോമുലയാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റേവീസ് ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം റേവീസിൻ്റെ ഡിസ്ചാർജിൻ്റെ ഫോമുല എന്ന് പറയുന്നത് Q = C × A⁻²/3 എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ മാത്രമേ ഓർത്താൽ മതി നിങ്ങൾ. അതിൽ C എന്ന് പറഞ്ഞാൽ റേവീസ് കോഎഫിഷ്യൻ്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ഇവിടെ ഇപ്പോൾ 10 തന്നിട്ടുണ്ട്. അതേപോലെ A എന്ന് പറഞ്ഞാൽ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. ഓക്കെ, സോ ഇവിടെ C എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. A എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? Qൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഡിസ്ചാർജ്, നമ്മുടെ ഡ്രെയിനേജിൻ്റെ ഡിസ്ചാർജ്. ഓക്കെ, ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ ഡിസ്ചാർജ് ഇല്ലാതെ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റേവീസിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. C × A⁻²/3 ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. ദെൻ ബാക്കി സ്റ്റെപ്സ് എല്ലാം പഴയപോലെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഇത് വരാവുന്നത്, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കനാലിൻ്റെ ഒരു ലെഫ്റ്റ് ബാങ്ക് 3 മീറ്റർ ആണ്, റൈറ്റ് ബാങ്ക് 4.5 മീറ്റർ ആണ്. അതേപോലെ ക്രോസ് ഡ്രെയിനേജിൽ റോഡ് ബൈ 4.5 മീറ്റർ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷൻ എന്തിനാണ് ഇത് തന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെയും ടെൻഡാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്കും കനാലിൻ്റെ ബാങ്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കാറില്ല. പക്ഷേ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കനാലിൻ്റെ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ യൂഷ്വലി നിങ്ങളിങ്ങനെ പ്ലാൻ വരയ്ക്കുമല്ലോ. അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു കനാലിൻ്റെ പോർഷൻ, അതായത് റിവറിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു കനാൽ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ ഇതേപോലെ എക്സ്ട്രാ ഒരു ലൈനും കൂടി ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് ഈ ഒരു 3 മീറ്റർ ലെഫ്റ്റ് റൈറ്റ് തന്നിരിക്കുന്ന ലെഫ്റ്റ് 3യും റൈറ്റ് 4ഉം ആണ്. അതനുസരിച്ച് ആ ഒരു വാല്യൂസ് ജസ്റ്റ് ഇതേപോലെ ലൈൻ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വാല്യൂസ് അവിടെ തരുന്നത്. പിന്നെ അതേപോലെ റോഡ് വേ വന്നിട്ടില്ല. നമ്മൾ തൊട്ട് മുമ്പത്തെ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു ടഫിനെ 3 കമ്പാർട്ട്മെൻ്റ് ആക്കുന്നു. അപ്പോൾ അതിലൊരു കമ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻസ്പെക്ഷൻ റോഡ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്പെക്ഷൻ റോഡ് കൊടുക്കേണ്ടത് ഇവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 4.5 മീറ്റർ ആയിരിക്കണം ആ റോഡിൻ്റെ വിഡ്ത്ത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ടഫ് പ്ലാൻ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവർ 4.5 മീറ്റർ ഇൻസ്പെക്ഷൻ റോഡിന് ഒരു കമ്പാർട്ട്മെൻറ്റ് 4.5 മീറ്റർ ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത് ആ ഒരു ടഫിൽ ഫിഗറിൽ അത് കാണിക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചിലപ്പം ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഡിസ്ചാർജ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഡിസ്ചാർജിൻ്റെ ഫോമുലാസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ബാക്കിയെല്ലാം സ്റ്റെപ്സും പഴയ പോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം.